നമസ്കാരം. നമ്മളൊരു ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഒരു നഴ്സ് നമ്മളെ പരിചരിക്കുന്നത് വെറുതെ അവരുടെ തോന്നലിനനുസരിച്ചാണോ? അല്ല. അതിനു പിന്നിലൊരു വലിയ ശാസ്ത്രമുണ്ട്. അതാണ് നഴ്സിംഗ് ഗവേഷണം. അപ്പോൾ ഈ ഗവേഷണ യാത്രയുടെ 5 പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? അപ്പോൾ നമുക്ക് ഈ ഒരു ചോദ്യത്തിൽ നിന്ന് തന്നെ തുടങ്ങാം, അല്ലേ? മോഡേൺ നഴ്സിംഗ് അതൊരു കലയാണോ അതോ ശാസ്ത്രമാണോ? പണ്ടൊക്കെ നഴ്സിംഗ് ഒരു കലയാണെന്നായിരുന്നു പൊതുവെയുള്ള ധാരണ. പക്ഷേ ഇന്ന് കാര്യങ്ങളാകെ മാറി. ശാസ്ത്രീയമായ തെളിവുകളുടെ ബലത്തിൽ അത് ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. അതെങ്ങനെയാണെന്ന് നോക്കാം. ഈ മാറ്റം ശരിക്കും മനസ്സിലാക്കാൻ ഈ താരതമ്യം നമ്മളെ സഹായിക്കും. നോക്കൂ, ഒരിടത്ത് പാരമ്പര്യം, അതായത് ഞങ്ങള് പണ്ടേ ഇങ്ങനെയാണ് ചെയ്യാറ് എന്ന രീതി. മറുഭാഗത്തോ തെളിവുകൾ, ഡേറ്റ പറയുന്നത് ഇതാണ് ശരിയെന്നാണ്, ഇതാണ് ഏറ്റവും നല്ലതെന്നാണ്. കണ്ടില്ലേ വ്യത്യാസം? നഴ്സിംഗ് ഇന്ന് വെറും ഊഹങ്ങളോ കോമൺ സെൻസോ വെച്ചല്ല മുന്നോട്ടു പോകുന്നത്, മറിച്ച് കൃത്യമായ ശാസ്ത്രീയമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ്. ശരി, അപ്പോൾ നമുക്ക് ആ യാത്ര തുടങ്ങാം. ഏതൊരു ഗവേഷണത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് കാര്യങ്ങൾ കാണുകയും അതിനെ വിവരിക്കുകയുമാണ്. അതായത് എന്താണ് സംഭവിക്കുന്നത് എന്ന് കൃത്യമായി മനസ്സിലാക്കുക. അതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എന്താണ് ഈ വിവരണം എന്ന് പറഞ്ഞാൽ? സിമ്പിളായി പറഞ്ഞാൽ, ഒരു സാഹചര്യത്തിൽ എന്താണ് നടക്കുന്നത് എന്ന് നിരീക്ഷിച്ച് മനസ്സിലാക്കി അത് രേഖപ്പെടുത്തുന്നതിനെയാണ് വിവരണം എന്ന് പറയുന്നത്. നമ്മൾ എന്തുകൊണ്ട് എന്ന് ചോദിക്കുന്നതിനു മുൻപ് എന്താണ് സംഭവം എന്ന് കൃത്യമായി അറിയണമല്ലോ. അതാണ് ഈ ഘട്ടത്തിന്റെ ലക്ഷ്യം. ഈ ഒരു ഉദാഹരണം നോക്കിയാൽ സംഭവം ക്ലിയറാകും. രക്താർബുദം ബാധിച്ച കുട്ടികളുള്ള മാതാപിതാക്കള് എന്തുമാത്രം മാനസിക സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ട്. ഒരു ഗവേഷണത്തിന് ഇത് വിവരിക്കാൻ സാധിക്കും. അങ്ങനെയൊരു വിവരം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ പിന്നെ ആ പ്രശ്നം എങ്ങനെ പരിഹരിക്കാമെന്ന് നമുക്ക് ആലോചിച്ചു തുടങ്ങാമല്ലോ, അല്ലേ? ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി. ഇനി സ്വാഭാവികമായും നമ്മുടെ മനസ്സിൽ അടുത്ത ചോദ്യം വരും, എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഇവിടെയാണ് നമ്മൾ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്, വിശദീകരണം. വിശദീകരണത്തിന്റെ ലക്ഷ്യം ഇതാണ്: വെറുതെ ഒരു കാര്യം വിവരിച്ച് നിർത്തുകയല്ല, മറിച്ച് അതിനു പിന്നിലുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, പല കാര്യങ്ങളും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ കണ്ടെത്തുകയാണ്. ഇത് നമുക്ക് ആ വിഷയത്തെക്കുറിച്ച് കുറച്ചുകൂടി ആഴത്തിലുള്ളൊരു അറിവ് തരും. ഈ സ്റ്റെപ്പുകൾ നോക്കൂ, വളരെ സിമ്പിളായി ഈ ഒരു പുരോഗതി നമുക്ക് മനസ്സിലാക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ്, ഒരു സംഭവം നിരീക്ഷിക്കുന്നു, അതായത് വിവരണം. രണ്ടാമത്തെ സ്റ്റെപ്പ്, അതിൻ്റെ എന്തുകൊണ്ട് എന്ന കാരണം കണ്ടെത്തുന്നു, അതാണ് വിശദീകരണം. കണ്ടില്ലേ, ലോജിക്കലല്ലേ? ഇതൊരു അടിപൊളി ചോദ്യമാണ്, അല്ലേ? ഒരു കാര്യം എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലായാൽ അടുത്തത് എന്ത് സംഭവിക്കും എന്ന് നമുക്ക് പ്രവചിക്കാൻ പറ്റില്ലേ? തീർച്ചയായും പറ്റും. അവിടെയാണ് ഗവേഷണത്തിന്റെ അടുത്ത പവർഫുൾ സ്റ്റെപ്പ് വരുന്നത്, പ്രവചനം അഥവാ പ്രെഡിക്ഷൻ. നേഴ്സിംഗിൽ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. കാരണം രോഗികൾക്ക് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ മുൻകൂട്ടി കാണാൻ ഇത് നമ്മളെ സഹായിക്കും. അപ്പോൾ എന്തുണ്ടാവും? നമുക്ക് മുൻകരുതലുകൾ എടുക്കാം, അല്ലേ? ഇത് പരിചരണത്തിന്റെ ക്വാളിറ്റി തന്നെ മാറ്റും. ഉദാഹരണത്തിന് നോട്ടൺ സ്കെയിൽ പോലെയുള്ള ചില ടൂൾസ് ഉണ്ട്. ഇത് വെച്ച് ഒരു രോഗിക്ക് ബെഡ് സോർ വരാൻ സാധ്യതയുണ്ടോ എന്ന് നഴ്സുമാർക്ക് മുൻകൂട്ടി പ്രവചിക്കാൻ പറ്റും. അപ്പോൾ എന്തു ചെയ്യാം? ആ പ്രശ്നം വരുന്നതിന് മുമ്പ് തന്നെ അത് തടയാനുള്ള വഴികൾ നോക്കാം. എത്ര വലിയൊരു കാര്യമാണതല്ലേ? അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? കാര്യങ്ങൾ വിവരിച്ചു, കാരണങ്ങൾ വിശദീകരിച്ചു, എന്ത് സംഭവിക്കുമെന്ന് പ്രവചിച്ചു. ഇനി വെറുതെ ഇരുന്നാൽ മതിയോ? പോരാ. ഈ കിട്ടിയ അറിവൊക്കെ വെച്ച് നമ്മൾ പ്രവർത്തിക്കണം. അതായത് കാര്യങ്ങളുടെ ഫലം നമുക്ക് അനുകൂലമായി നിയന്ത്രിക്കണം. അതെങ്ങനെയാണെന്ന് നോക്കാം. നിയന്ത്രണം അഥവാ കൺട്രോൾ. ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നല്ലൊരു മാറ്റം കൊണ്ടുവരാനായിട്ട് കാര്യങ്ങളിൽ ഇടപെടുന്നതിനെയാണ്. അതായത് നമ്മൾ പഠിച്ച കാര്യങ്ങൾ പ്രയോഗിച്ചു നോക്കുന്നു, ടെസ്റ്റ് ചെയ്യുന്നു, എന്നിട്ട് ഏറ്റവും നല്ല റിസൾട്ട് എങ്ങനെയുണ്ടാക്കാമെന്ന് കണ്ടെത്തുന്നു. ഇതാണ് കൺട്രോൾ. ഏണസ്റ്റീൻ വീഡൻബാക്കിന്റെ ഈ വാക്കുകൾ കേൾക്കൂ. ആഗ്രഹിക്കുന്ന ഫലങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു കുറിപ്പടി എഴുതാനുള്ള കഴിവാണ് നിയന്ത്രണം. എന്തും മനോഹരമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അല്ലേ? ഇവിടെ ഈ കുറിപ്പടി എന്ന് പറയുന്നത് മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ മാത്രമല്ല. ഒരു രോഗിയുടെ അവസ്ഥ മെച്ചപ്പെടുത്താൻ ഒരു നഴ്സ് എടുക്കുന്ന ഏതൊരു ശാസ്ത്രീയമായ തീരുമാനവും ഒരു കുറിപ്പടിയാണ്. നമ്മുടെ ബെഡ് സോറിന്റെ ഉദാഹരണത്തിലേക്ക് തന്നെ തിരിച്ചുവരാം. രോഗിക്ക് റിസ്ക് ഉണ്ടെന്ന് നമ്മൾ പ്രവചിച്ചില്ലേ? ഇപ്പം എന്ത് ചെയ്യുന്നു? ആ റിസ്ക് കുറയ്ക്കാൻ വേണ്ടി ഒരു പ്രത്യേകതരം വാട്ടർ മെത്തഡ് ഉപയോഗിക്കാൻ നഴ്സ് നിർദ്ദേശിക്കുന്നു. കണ്ടോ, ഇവിടെ നമ്മൾ ആ റിസൾട്ടിനെ നിയന്ത്രിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, വിവരണം മുതൽ നിയന്ത്രണം വരെയുള്ള ഗവേഷണയാത്ര മുഴുവൻ ഈ ഒരൊറ്റ ഉദാഹരണത്തിൽ നമുക്ക് കാണാൻ പറ്റി. അപ്പോൾ ഈ പറഞ്ഞ വിവരണം, വിശദീകരണം, പ്രവചനം, നിയന്ത്രണം, ഇതെല്ലാം എങ്ങോട്ടാണ് നമ്മളെ കൊണ്ടുപോകുന്നത്? ഇതിൻ്റെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യസ്ഥാനം എന്താണ്? അതൊരൊറ്റ കാര്യമാണ്: തെളിവ് അധിഷ്ഠിത പരിശീലനം, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ്. എന്താണ് ഈ എവിഡൻസ് ബേസ്ഡ് പ്രാക്ടീസ് അഥവാ EBP? ഇത് വെറുതെ റിസർച്ച് പേപ്പറിൽ പറയുന്നത് അതേപടി കോപ്പിയടിക്കുന്ന ഏർപ്പാടല്ല,
മറിച്ച് ഏറ്റവും പുതിയതും മികച്ചതുമായ ഗവേഷണ തെളിവുകളെടുക്കുന്നു. അതിനോടൊപ്പം നഴ്സിന്റെ സ്വന്തം ക്ലിനിക്കൽ എക്സ്പീരിയൻസ് ചേർക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനമായി രോഗിയുടെ താൽപ്പര്യങ്ങളും മൂല്യങ്ങളും കൂടി പരിഗണിക്കുന്നു. ഈ മൂന്നും കൂടി ചേരുമ്പോഴാണ് ഏറ്റവും നല്ല പരിചരണം സാധ്യമാകുന്നത്. 28%? ഇതൊരു ചെറിയ നമ്പറല്ല. ഒരു മെറ്റാ അനാലിസിസ് പഠനം കാണിക്കുന്നത് എന്താണെന്നറിയോ? ഈ EBP അടിസ്ഥാനമാക്കി പരിചരണം കിട്ടിയ രോഗികൾക്ക് 28% വരെ മികച്ച ആരോഗ്യഫലങ്ങൾ ഉണ്ടായി എന്നാണ്. ഇത് വെറും തിയറിയല്ല, യഥാർത്ഥ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഗവേഷണ യാത്രയെക്കുറിച്ച് ഇത്രയധികം സംസാരിക്കുന്നത്. EBPയുടെ ഗുണങ്ങൾ നോക്കൂ. ഇതുകൊണ്ട് രോഗികൾക്ക് മാത്രമല്ല ഗുണം, അവർക്ക് ഏറ്റവും ഫലപ്രദവും സുരക്ഷിതവുമായ പരിചരണം കിട്ടുന്നു. നഴ്സുമാർക്കോ അവരുടെ പ്രൊഫഷന് ഒരു ശാസ്ത്രീയ അടിത്തറ കിട്ടുന്നു. ആരോഗ്യ സംരക്ഷണ സംവിധാനത്തിനോ ചിലവ് കുറഞ്ഞ രീതിയിൽ മികച്ച ഫലം കിട്ടുന്നു. അതായത് ഇതൊരു വിൻ 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 സിറ്റുവേഷനാണ്. നഴ്സിംഗിനെ ഒരു ശക്തമായ പ്രൊഫഷനായി മാറ്റുന്നത് തന്നെ ഇതാണ്. ഒരു കാര്യം നമ്മൾ ഓർക്കണം, ഈ ഗവേഷണം എന്ന് പറയുന്നത് എവിടെയെങ്കിലും തുടങ്ങി അവസാനിക്കുന്ന ഒന്നല്ല. അതൊരു തുടർചക്രമാണ്, ഒരു സൈക്കിൾ പോലെയാണ്. എപ്പോഴും പുതിയ ചോദ്യങ്ങൾ വരും, പുതിയ തെളിവുകൾ കണ്ടെത്തും, അതിലൂടെ പരിചരണം കൂടുതൽ മെച്ചപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇതൊരു അവസാനമില്ലാത്ത യാത്രയാണ്. അപ്പോൾ ഈ ഒരു ചിന്തയോടെ നമുക്ക് നിർത്താം. അടുത്ത തവണ ഒരു നഴ്സ് നിങ്ങളുടെയോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെയോ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ ഒന്നോർത്തു നോക്കൂ, ആ ഒരൊറ്റ തീരുമാനത്തിന് പിന്നിൽ എന്തുമാത്രം ശാസ്ത്രീയമായ അടിത്തറയുണ്ടെന്ന്. വർഷങ്ങളുടെ ഗവേഷണത്തിലൂടെയും അന്വേഷണത്തിലൂടെയും രൂപപ്പെട്ട ഒരു വലിയ വിജ്ഞാനശേഖരമാണ് നിങ്ങൾക്കവിടെ തുണയാകുന്നത്.